ഈ കഴിഞ്ഞ 2 ദിവസമായി നമ്മുടെ മുണ്ടക്കൈ ചൂരൽമലയിലെ ലീഗിൻ്റെ ഭവന കൈമാറ്റവും അതിലെ കയറിത്താമസവുമൊക്കെയായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും വാർത്തകളുമൊക്കെ നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ അവസാന മണിക്കൂറുകളിൽ പ്രത്യക്ഷപ്പെട്ട കാർഡുകളിൽ ഒന്നാണ്, ഞങ്ങൾ തരുന്ന വീട്ടിൽ നിങ്ങൾ താമസിക്കുന്നു എന്ന അധികാരഭാവത്തോടെ ആ വീടുകളുടെ മുറ്റത്തേക്ക് നിങ്ങൾ ഒരു ചെവിട്ടടി പോലും വെക്കരുത്. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. വളരെ മനോഹരമായ അർത്ഥവത്തായ, നമ്മൾ സാധാരണ സോഷ്യൽ വർക്കിൽ പറയുന്ന അക്സെപ്റ്റൻസ് ഓഫ് ഇന്നേറ്റ് വർത്ത് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ, ഓരോ വ്യക്തിയുടെയും അവരിൽ അന്തർലീനമായിരിക്കുന്ന അവരുടെ ആ ഒരു ഡിഗ്നിറ്റി, മൂല്യത്തെ അംഗീകരിക്കുന്ന ഒരു നിലപാടും വാക്കുകളുമാണ് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് പേർക്ക് തോന്നുക ഈ സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ സാഹിത്യഭാഷയിലുണ്ടായ ചിന്തകളിൽ നിന്ന് വന്നതാണ്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുണ്ടായതാണ്, മനനം ചെയ്തെടുത്തതാണ് എന്നൊക്കെ വിചാരിക്കുന്നെങ്കിൽ അത് ശരിയല്ല. അതായത് ഈ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ നിന്ന്, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഇസ്ലാമത വിശ്വാസത്തിൽ നിന്ന്, അദ്ദേഹം വിശ്വസിക്കുന്ന അള്ളാഹുവിൽ നിന്ന്, വിശുദ്ധ ഖുർആനിൽ നിന്ന്, പ്രവാചകനിൽ നിന്ന് ഒക്കെ വന്നിട്ടുള്ള വാക്കുകളുടെ തുടർച്ചയാണ്. ഞാനിത് പറയാൻ കാരണം, ഈ ഒരുപാട് ആളുകൾ ഈ ഇസ്ലാം മതത്തെയും വിശുദ്ധ ഖുർആനെയും പ്രവാചകനെയും ഒക്കെ തെറി പറഞ്ഞിട്ട് ഒറ്റപ്പെട്ട ചിലരെ മാറ്റി നിർത്താറുണ്ട്. അവർ നല്ല മനുഷ്യർ, യൂസുഫ് അലി നല്ല മനുഷ്യർ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ നല്ല മനുഷ്യൻ, അല്ലെങ്കിൽ വേറൊരാൾ അങ്ങനെ. ഇവരിലെല്ലാം അന്തർലീനമായിരിക്കുന്നത് അവരുറച്ച് വളരെ കൺവിൻസിങ്ങായി അവരുടെ മനസ്സിൽ കയറിയിട്ടുള്ള ബോധ്യങ്ങളാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ അതിലെ 262-ാമത്തെ സൂക്തം പറയുന്നത് ഇങ്ങനെയാണ്: തങ്ങളുടെ ധനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും എന്നിട്ട് ചെലവഴിച്ചതിനെ തുടർന്ന് ബ്രാക്കറ്റിൽ വാങ്ങുന്നവനെ ദ്രോഹിക്കുകയോ അതെടുത്തു പറഞ്ഞ് മെനക്കെടുത്തുകയോ ചെയ്യാത്തവർ ആരോ അവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ അർഹമായ പ്രതിഫലമുണ്ട്. അതായത് ഒരാൾക്കൊരു സഹായം ചെയ്യുന്നു, എന്നിട്ട് അത് എടുത്തെടുത്ത് പറഞ്ഞ് അദ്ദേഹത്തെ ദ്രോഹിക്കുന്നു. നിന്നെ ഞാൻ പഠിപ്പിച്ചില്ലയോടാ, നിനക്ക് ഞാൻ തന്നേ ഇല്ലയോടാ, നീ എന്നെ അന്ന് കെട്ടാൻ വന്നപ്പോൾ നിനക്ക് ഞാനല്ലയോടാ തന്ന. ഇതൊക്കെ പലപ്പോഴും ഈ സഹായിക്കുന്നവനെ ഒരു അടിമയായി കാണുന്ന തരത്തിലേക്ക് ഒരുപാട് മനുഷ്യർ മാറാറുണ്ട്. ഞാൻ ഇത്രയൊക്കെ സഹായിച്ചിട്ടും എന്നൊക്കെ പറയുന്നവരുണ്ട്. നമ്മളൊക്കെ ചിലപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ടാവും. കുടുംബങ്ങളിൽ ചില സമ്പന്നരായ ജ്യേഷ്ഠന്മാർ നിർധനരായ അനിയന്മാരോട് പറയും, തിരിച്ചും പറയും ഇതുപോലെയൊക്കെയുള്ള വാചകങ്ങൾ. അതിനെക്കുറിച്ചാണ് ഖുർആൻ എടുത്തു പറയുന്നത്. എന്താണ്? തങ്ങളുടെ ധനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുകയും എന്നിട്ട് ചിലവഴിച്ചതിനെ തുടർന്ന് ദ്രോഹിക്കുകയോ അത് എടുത്തു പറഞ്ഞ് മെനക്കെടുത്തുകയോ ചെയ്യാത്തവർ ആരോ അവർക്ക് അവരുടെ രക്ഷിതാവെങ്കിൽ അർഹമായ പ്രതിഫലമുണ്ട്. അതേ സൂറത്തുൽ ബഖറയിൽ തന്നെ ഉദാരമായ ഒരു വാക്കും വിട്ടുവീഴ്ചയുമാണ് ദ്രോഹം പിന്തുടരുന്ന ദാനത്തെക്കാൾ ഉത്തമം. അള്ളാഹു പരാശ്രയമുക്തനും സഹനശീലനുമാകുന്നു. അതായതൊരു ദ്രോഹം പിന്തുടരുന്ന സഹായം എന്ന് പറഞ്ഞാൽ ഒരാളിനെ സഹായിച്ച് അയാളെ പിന്നെ ആ സഹായത്തിൻ്റെ മേൽ കൊടുത്ത് ദ്രോഹിച്ച് ചെയ്യുന്നതിനേക്കാൾ ഉദാരമായ ഒരു വാക്കാണ്, അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയാണ് അതിനേക്കാൾ എത്രയോ നല്ലത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലെന്ന് അതിൻ്റെ അർത്ഥം. പ്രവാചകൻ മക്കയിൽ ജീവിക്കുന്ന സമയത്ത് അവിടുത്തെ വീടുകളിൽ വലിയ ധനാഢ്യരായ ആളുകൾ ഈ കാശ് പലിശയ്ക്കും സഹായവുമായി കൊടുത്ത് അവിടുത്തെ സ്ത്രീകളെയും കുടുംബത്തെയും ഇങ്ങു വിലക്കെടുക്കുന്നത് പോലെയായിരുന്നു. എന്നിട്ട് അവർക്ക് ഇഷ്ടാനുഷ്ഠരണം ആ വീട്ടിൽ കയറാം, എന്തും ചെയ്യാം എന്ന് പറയുന്നൊരു സ്ഥിതിവിശേഷം സൂറത്തുൽ ബഖറയിൽ അതുപോലെ തന്നെ മറ്റൊരു വചനത്തിൽ പറയുന്നു: സത്യവിശ്വാസികളെ എടുത്തു പറഞ്ഞുകൊണ്ട് ദ്രോഹിച്ചുകൊണ്ടും നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിങ്ങൾ നിഷ്ഫലമാക്കി കളയരുത്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമില്ലാതെ ആളുകളെ കാണിക്കാൻ വേണ്ടി ധനം ചെലവഴിക്കുന്നവനെ പോലെ ആകരുത്. എന്ത് കൃത്യമാണ്! മോഡേൺ ചാരിറ്റിയുടെ വിവിധ വശങ്ങൾ, വിവിധ നെയ്യത്തുകൾ, അതാണ്. വശങ്ങളെക്കാൾ ഒരാൾ സതുദ്ദേശപരമായി എന്നെ കൂടുതൽ ആളുകൾ സഹായിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്നതിൻ്റെ സുതാര്യതയ്ക്ക് വേണ്ടി ചെയ്യുന്നതും, 4 ആൾ അറിയട്ടെ ഞാനൊരു ദാനശീലനാണെന്ന് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലും പറയുന്ന, സൂചിപ്പിക്കുന്ന, താക്കീത് ചെയ്യുന്ന എത്രാം നൂറ്റാണ്ടിലാണ്? 6-ാം നൂറ്റാണ്ടിൽ. ഇന്നാണല്ലോ ചാരിറ്റി നോംസ്, ഡിഗ്നിറ്റി ഓഫ് ചാരിറ്റി, പ്രിവിലേജ് ഓഫ് സിറ്റിസൺസ്, പിന്നെന്താ പറയുന്നത്, ഹ്യൂമൻ റൈറ്റ്സ് പ്രൊക്ലമേഷൻ എന്നൊക്കെ പറയുന്ന സംഗതിയൊക്കെ വന്നത്. ഇത് 6-ാം നൂറ്റാണ്ടിൽ അവതരിപ്പിച്ച ഖുർആനിലെ വചനമാണ്. സത്യവിശ്വാസികളെ കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ടും ദ്രോഹിച്ചുകൊണ്ടും നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിങ്ങൾ നിഷ്ഫലമാക്കി കളയരുത്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമില്ലാതെ ആളുകളെ കാണിക്കാൻ വേണ്ടി ധനം ചെലവഴിക്കുന്നവനെ പോലെ ആകരുത്. ഇനി പ്രവാചകൻ്റെ ഹദീസുകൾ, പ്രവാചകൻ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, രഹസ്യമായി നൽകുന്നതിൻ്റെ പ്രാധാന്യം പ്രവാചകൻ പറയുകയാണ്. പ്രശസ്തമായ ഒരു ഹദീസിൽ അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലൊരു വിഭാഗത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: തൻ്റെ വലത് കൈ നൽകുന്നത് ഇടത് കൈ അറിയാത്ത വിധം രഹസ്യമായി ദാനം ചെയ്യുന്നവൻ. ഇത് പറയുമ്പോൾ ഞാൻ എടുത്തു പറയട്ടെ,
ആരെയെങ്കിലും സഹായിക്കാൻ വേണ്ടി ഒരുത്തനൊരു വീഡിയോ ക്ലിപ്പ് ഇടുകയോ അല്ലെങ്കിൽ അവനൊരു സഹായം ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയോ ചെയ്യുമ്പോൾ 10 പൈസ പോലും ചിലവാക്കാത്ത ചിലർ ദൂരെ നിന്ന് ഇത് അവനെ അറിയിച്ചു, ഇടത്ത് കൈ അറിഞ്ഞു, വലത്ത് കൈ അറിഞ്ഞു, അതൊന്നുമല്ല. ഇതിൻ്റെ എല്ലാം ആത്യന്തികമായ നെയ്യത്താണ്, ഹൃദയത്തിലേക്കാണ് പടച്ചവൻ നോക്കുന്നത്. അതും പറഞ്ഞുകൂടാ. പിന്നെ എടുത്തു പറയുന്നതിൻ്റെ മറ്റൊരു പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. 3 വിഭാഗം ആളുകളോട് അന്ത്യദിനത്തിൽ അള്ളാഹു സംസാരിക്കുകയില്ല, അവരിലേക്ക് നോക്കുക പോലുമില്ല. അതിലൊരാൾ താൻ നൽകിയ ദാനത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞ് വാങ്ങുന്നവനെ ദ്രോഹിക്കുന്നവനാണ്. അതെടുത്തു പറഞ്ഞവനെ അപമാനിക്കുക, ദ്രോഹിക്കുക, അവനിലേക്ക് അള്ളാഹു നോക്കുകയില്ലെന്ന് പറഞ്ഞു. എത്ര ഗൗരവമുള്ള വാക്കുകളാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പിന്നെയുമുണ്ട് പ്രവാചകൻ്റെ ഒരുപാട് പഠനങ്ങൾ. ഒരാളുടെ ധനം സക്കാത്ത് നൽകുന്നതിലൂടെ കുറഞ്ഞു പോകുന്നതേയില്ല എന്ന് തീർത്ത് പ്രവാചകൻ പറയുകയാണ്. അതായത് ഒരു കാരണവശാലും കുറഞ്ഞു പോകില്ല. നിങ്ങൾ സക്കാത്ത് ധൈര്യമായി കൊടുത്തോളൂ. ഈ ആളുകൾ കൊടുക്കുമ്പോൾ ചിലരൊക്കെ ഇരുന്ന് പറയുമല്ലോ, അത് അവൻ്റെ കള്ളപ്പണമാണ്, മറ്റേതുള്ളതുകൊണ്ടാണ്, മറിച്ചതുള്ളതുകൊണ്ടാണ്. അങ്ങനെയല്ല, അത് കൊടുക്കാൻ മനസ്സുള്ളതുകൊണ്ടും അത് കൊടുത്താൽ കുറഞ്ഞു പോകില്ലെന്ന് പ്രവാചകൻ്റെ ഉറച്ച വാക്കുകളുമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുന്നു, ഏറ്റവും ഉത്തമമായ ദാനം ഏതാണെന്ന് പ്രവാചകനോട് ചോദിക്കപ്പെട്ടപ്പോൾ, നിനക്ക് ആരോഗ്യവും സമ്പത്തിനോട് ആഗ്രഹവുമുള്ളപ്പോൾ ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നീ നൽകുന്ന ദാനമാണത്. നിനക്ക് ആരോഗ്യമുണ്ട്, സമ്പത്തുമുണ്ട്. ആ സമയത്ത് ആരും ദാരിദ്ര്യത്തെക്കുറിച്ച് ചിന്തിക്കില്ല. പക്ഷേ ആ സമ്പത്തുള്ളപ്പോൾ തന്നെ ദാരിദ്ര്യത്തെക്കുറിച്ച് ചിന്തിച്ച് അതിനെ ഭയന്നുകൊണ്ട് നീ നൽകുന്ന ദാനമാണത്. മരണമടുക്കുമ്പോൾ മാത്രം ദാനം ചെയ്യുന്നതിനേക്കാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത് ചെയ്യണം. കാരണം എല്ലാവരും മരണമടുക്കുമ്പോൾ ഇനി എൻ്റെ കയ്യിലൊന്നുമില്ല, അല്ലെങ്കിൽ പിന്നെ മരണാനന്തര ചടങ്ങിൻ്റെ ഭാഗമായി കുറേ മരിച്ചു കഴിഞ്ഞ് വാരി വിതറുന്നു. അതുകൊണ്ടല്ല, ജീവിച്ചിരിക്കുമ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, സമ്പത്തുള്ളപ്പോൾ ദാരിദ്ര്യത്തെ ഓർക്കണം. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര വലിയ വാക്കാണത്. നിങ്ങൾ ഉയരത്തിൽ നിൽക്കുമ്പോൾ താഴ്ചയെക്കുറിച്ച് ഓർക്കണം, വീഴ്ചയെക്കുറിച്ച് ഓർക്കണം എന്ന് പറയുന്ന പ്രവാചകൻ്റെ വചനം. ഇനി മറ്റൊരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞതായി കാണുന്നു, ഒരു ഈത്തപ്പഴത്തിൻ്റെ ചീള് നൽകിയാണെങ്കിലും നിങ്ങൾ നരകത്തെ ഭയപ്പെടുക. എന്ന് വെച്ചാൽ നിങ്ങൾ നൽകുന്നതിൻ്റെ വലിപ്പത്തെയല്ല, ഒരു ഈത്തപ്പഴമേ നിങ്ങളുടെ കയ്യിലുള്ളൂ എങ്കിൽ അതിൽ ഒരല്പം നിങ്ങൾ അത് ഇളക്കി മറ്റൊരാൾക്ക് കൊടുത്ത് നിങ്ങൾ സ്വർഗം വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഇത് വെറുതെ ഓരോരുത്തരും വന്ന് ഇതിൻ്റെ അടിയിൽ വന്ന് പിന്നെ ഹൂറികൾ സ്വർഗം എന്നൊക്കെ പറഞ്ഞ് ഈ ഊരിയിട്ടിട്ട് പോകുന്നതല്ലാതെ ഇത്രമേൽ കൃത്യമായി എന്നാ പറയുന്നത്. ഏത് നൂറ്റാണ്ടിലാ മനുഷ്യൻ വെറും കാടൻ എന്ന് വിശ്വസിച്ചിരുന്ന, യാതൊരു നിയമവുമില്ലാത്ത, ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ഒരു ലോകക്രമത്തിലാണ് ഒരു സമൂഹത്തോട് വിളിച്ച് ഇങ്ങനെ പറഞ്ഞത്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് യാത്ര അയച്ചപ്പോൾ പ്രവാചകൻ കൊടുത്ത നിർദ്ദേശം എന്തായിരുന്നറിയാവോ? അവരുടെ സമ്പന്നരിൽ നിന്നെടുത്ത് ദരിദ്രരിലേക്ക് മടക്കി നൽകാൻ അള്ളാഹു സക്കാത്ത് നൽകിയിട്ടുണ്ടെന്ന് നീ അവരെ അറിയിക്കുക. അതായത് ഒരു ഉത്തരവാദിത്തമായിട്ട് ഏൽപ്പിക്കുകയാണ്. നമ്മൾ സാധാരണ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പറയുന്നത് എന്താ, വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളല്ലേ, ഇപ്പോഴാണെങ്കിൽ റീൽ എടുക്കണം, ഫോട്ടോ എടുക്കണം എന്നൊക്കെയല്ലേ പറയുന്നത്. അവിടെ ചിലപ്പോൾ പറയുന്നത് എന്താ, നിങ്ങൾക്കുള്ളവരിൽ നിന്നുള്ള സക്കാത്ത് എടുത്ത് അതില്ലാത്തവന് കൊടുക്കാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടെന്ന് അവരെ ഓർമ്മിപ്പിക്കുക. ഇതൊക്കെയാണ് ദാനത്തെ സംബന്ധിച്ച്. വേഗമല്ല, അവ്യക്തതയില്ല, വളരെ കൃത്യമായി ഖുർആൻ കൊണ്ട്, പ്രവാചക വചനം കൊണ്ട് സ്ഥിരീകരിക്കപ്പെട്ട, അതായത് എത്ര ചെറുതാണെങ്കിലും നിങ്ങൾ കൊടുക്കാൻ നിർബന്ധിതനാണ്. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. 2, നിങ്ങൾ ഉയരത്തിൽ നിൽക്കുമ്പോൾ, ശ്രേയസിൽ നിൽക്കുമ്പോൾ, വീണപൂ എന്നൊക്കെ പറയുന്ന കവിതയൊക്കെ പിന്നെ എത്രയോ കഴിഞ്ഞ് വന്നതാണ്. ഹാ പുഷ്പമേ അധികതുങ്ക പദത്തിൽ എത്ര ശോഭിച്ചതേ രാജ്ഞി കണക്കയെ നീ എന്നൊക്കെ പറയുന്ന കവിതയുണ്ടല്ലോ. ആശയവിശ്വാസമൊക്കെ ഉണ്ടാവാം, എനിക്കറിയില്ല, ഓർമ്മയിൽ നിന്ന് ജസ്റ്റ് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത്, അങ്ങനെ തിളങ്ങി നിന്ന് കഴിഞ്ഞ് വീണപൂവായി കിടക്കുന്നതിനെ നോക്കി കവിയൊക്കെ പാടുന്നതിന് മുമ്പ് നീ സാമ്പത്തികമുള്ളതിനോട് കൂടി തന്നെ നിൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് ഭയന്ന് നീ നൽകുക. അത് നൽകുമ്പോഴോ ആ നൽകുന്നവൻ്റെ ഡിഗ്നിറ്റി, സ്വീകരിക്കുന്നവൻ്റെ ഡിഗ്നിറ്റി, അത് എത്രത്തോളം അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു, ഇതിൻ്റെ മറ പിടിച്ച് ആരെങ്കിലും ഒരാളിനെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങുന്നവനെ നീതാ വെളിവാക്കി, അതുകൊണ്ട് ഇനി ഞാൻ 10 പൈസ തരത്തില്ലെന്നൊക്കെ പറയുന്ന ഏർപ്പാടൊക്കെ പടച്ചോൻ അറിയാവുന്നതാണ്. പടച്ചോൻ ഖുർആനിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നെക്കാൾ വലിയ തന്ത്രശാലി ആരുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചീള് തന്ത്രമൊന്നും ഇതിനകത്തിറക്കരുത്, ആളുകളെ സഹായിക്കാൻ വേണ്ടി തയ്യാറാകണം. പിന്നെ ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഞാൻ ഇതേ സന്ദർഭത്തിൽ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ, ബിഷപ്പ് രഹിത കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തുന്നതിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ചെയ്തിരുന്നു. അത്തരം വാർത്തകളൊന്നും ആരും വലിയ ആവേശത്തോടെ സ്വീകരിക്കാറില്ല. വേറൊരാളിനെ പറയുന്നതിനാണ് ആവേശം ഉണ്ടാവുക. അതിൻ്റെ ക്ലിപ്പ് ഞാൻ കമൻറ്റ് ബോക്സിൽ ഒരിക്കൽ കൂടി ഇടുന്നുണ്ട്. സഹായിക്കാൻ കഴിയുന്നവർ വളരെ വേഗം 4-5 ദിവസങ്ങൾക്കകം സഹായിച്ചാൽ നന്നായിരുന്നു.